ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 ഉരുളൻകിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഉരുളൻകിഴങ്ങ് നമ്മൾ തൊലി കളയാത്ത കാരണം ഈ ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് വിനാഗിരി ഉപ്പിട്ടുള്ള വെള്ളമല്ലേ അതിലൊന്ന് വെക്കുക. അതിനുശേഷം നല്ലപോലെ കഴുകിയെടുക്കുക. കഴുകിയെടുക്കുമ്പോൾ ജസ്റ്റ് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഒന്നും കൂടിയും അതിലത്തെ മണ്ണിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങാണ്. പരമാവധി ചെറിയ ഉരുളൻകിഴങ്ങ് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് വേവിക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. അപ്പോൾ ഈ കുക്കറിലേക്ക് ഞാൻ ഉരുളൻകിഴങ്ങ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം നമുക്ക് ഉരുളൻകിഴങ്ങിന് ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉരുളൻകിഴങ്ങിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഉപ്പ് എല്ലാ സൈഡിലേക്ക് നാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. ഒരു 4 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ അത് വെന്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കുക്കറിൻ്റെ പ്രഷർ എല്ലാതും പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് എല്ലാതും നല്ലപോലെ വെന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് എല്ലാതും വെന്ത് വന്നിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് വേവണം കേട്ടോ. അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരണം. പുറം വെന്താലും ചിലപ്പോൾ ഉള്ളിൽ വെന്ത് വരില്ല. അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അത് ഞാൻ ഉരുളൻകിഴങ്ങ് എല്ലാതും ഒരു പ്ലേറ്റിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ചതച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഒന്ന് ഇടിക്കല് വെക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെന്താ ഒന്ന് ചതഞ്ഞ പോലെ ആവില്ലേ. അതേപോലെ ബാക്കി എല്ലാ ഉരുളൻകിഴങ്ങും ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഒന്ന് പൊട്ടും, ഒന്ന് ചതഞ്ഞ പോലെ ആവുകയും ചെയ്യും. അപ്പോൾ അതുപോലെ എല്ലാം അങ്ങനെ ആക്കി എടുക്കുക കേട്ടോ. ഇടിക്കൽ വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്യരുത്, അതുപോലെ തന്നെ നല്ലപോലെ ഇടിച്ച് ചതച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പൊട്ടിയാൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതേപോലെ ഞാൻ എല്ലാ ഉരുളൻകിഴങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പൊടികളായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളൻകിഴങ്ങ് ഉപ്പിട്ടാണ് പുഴുങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉരുളൻകിഴങ്ങ് എല്ലാതും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാവെല്ലാം പുരട്ടി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡും ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിന് എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള ഉരുളൻകിഴങ്ങ് എല്ലാതും റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ഉരുളൻകിഴങ്ങും ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. ഇനി ഈ ഒരു സ്റ്റാർട്ടറിലേക്ക് കൂട്ടി കഴിക്കാനുള്ള സോസ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് മയണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ പകരം റെഡ് ചില്ലി സോസും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഒറിഗാനോ. ഇനി ഈ സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ സോസ് കട്ട് ചെയ്ത് പോരുത്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പാൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുത്തുള്ളത് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക. പാടില്ല, അപ്പോൾ നല്ലപോലെ കട്ടിയായിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ഇത്ര തിക്നെസ്സും പാടില്ല ഈ സോസിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ തിക്നെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, ഞാൻ ഈ ഒരു പാകത്തിനാണ് ഈ സോസ് എടുക്കുന്നത്. കൂടുതൽ കട്ടിയാവാനും പാടില്ല, നല്ലപോലെ വെള്ളമാവാനും പാടില്ല. ഇപ്പം ഞാൻ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1/4 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. ഇനി സ്റ്റാർട്ടർ നമുക്ക് പ്ലേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ഉരുളൻകിഴങ്ങ് പൊരിച്ചതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക്
നമുക്ക് സോസ് ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഈ സോസ് എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതൊന്നും മിസ് ചെയ്യരുത്. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.